ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് തെന്നാലി രാമൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തെന്നാലി രാമൻ്റെ കഥയിൽ രാമന് സന്യാസിയിൽ നിന്ന് ഭദ്രകാളി ദേവിയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ട മന്ത്രം ലഭിച്ച വിവരം നമ്മൾ കേട്ടതല്ലേ. ഇന്ന് അതിനെക്കുറിച്ച് ബാക്കി ഭാഗം കേട്ടാലോ. ഒരു ദിവസം തെന്നാലി രാമൻ നേരത്തെ തന്നെ കുളിയും തേവാരവുമെല്ലാം കഴിഞ്ഞ് ഭസ്മവും ചന്ദനക്കുറിയും സിന്ദൂരപ്പൊട്ടുമെല്ലാം അണിഞ്ഞ് അകലെ വനമധ്യത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് യാത്രയായി. നമ്മുടെ കൊച്ചു രാമൻ്റെ ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല. സന്യാസി പറഞ്ഞു കൊടുത്ത മന്ത്രം ജപിച്ച് ഭദ്രകാളി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി വരം നേടുക എന്നതാണ്. അങ്ങനെ ദേവിയുടെ തിരുനടയിലെത്തിയ കൊച്ചു രാമൻ ചമ്രം പടഞ്ഞിരുന്നു കൊണ്ട് മന്ത്രം ജപിക്കുവാൻ തുടങ്ങി. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. നമ്മുടെ രാമന് ഉറക്കം വരുന്നുണ്ട്. എങ്കിലും ഭദ്രകാളി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങുക എന്ന ലക്ഷ്യം ഓർത്തുകൊണ്ട് രാമൻ മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ സമയം അർദ്ധരാത്രിയോടടുത്തായി. പെട്ടെന്ന് തന്നെ ചിലങ്കകളുടെ കിങ്ങിണി നാദം കേൾക്കാൻ തുടങ്ങി. അത് കേട്ട് നമ്മുടെ രാമൻ പെട്ടെന്ന് കണ്ണു തുറന്നു. അതാ തൊട്ടു മുന്നിൽ അനേകം ശിരസുകളോടുകൂടി ഭദ്രകാളി 2 കൈകളും ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദേവി അനുഗ്രഹിക്കാനായി തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ രാമന് തോന്നിയത് ഭയമോ ഭക്തിയോ പാരവശ്യമോ ഒന്നുമായിരുന്നില്ല. ദേവിയുടെ വിചിത്ര രൂപം കണ്ടിട്ട് അയാൾക്ക് ചിരി വന്നു. അനേകം ശിരസുകളുള്ള ഭദ്രകാളിക്ക് ആകെ 2 കൈകൾ മാത്രം. രാമൻ അറിയാതെ ചിരിച്ചുപോയി. അങ്ങനെ നിയന്ത്രണം വിട്ട് പൊട്ടിച്ചിരിക്കുന്ന രാമനെ കണ്ടപ്പോൾ ദേവിക്ക് ചെറുതായി ദേഷ്യം വരാൻ തുടങ്ങി. ദേവി നീരസത്തോടെ രാമനോട് ചോദിച്ചു, "നീ എന്തിനാണ് ചിരിക്കുന്നത്?" അപ്പോൾ നമ്മുടെ കൊച്ചു രാമൻ മറുപടി പറഞ്ഞത് എന്താണെന്നോ? "ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? ഒരു തലയും 2 കൈകളുമുള്ള ഞങ്ങൾ തല തോർത്താനും കുടുമ കെട്ടിവെക്കാനും മൂക്കു പിഴിയാനും തന്നെ വിഷമിക്കുമ്പോൾ അനേകം ശിരസുകളുള്ള ദേവി ഈ 2 കൈകൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ എങ്ങനെ സാധിക്കും? അങ്ങ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും എന്നോർത്ത് ഞാൻ ചിരിച്ചു പോയതാണ്." കുസൃതിക്കാരനായ രാമൻ്റെ വർത്താനം കേട്ട് കോപക്കാരിയായ ഭദ്രകാളി പോലും ചിരിച്ചുപോയി. "കൊള്ളാം, നല്ല നർമ്മബോധമുള്ള ഒന്നാന്തരം രസികൻ തന്നെ," ഭദ്രകാളി മനസ്സിലോർത്തു. "ആട്ടെ, ക്ഷേത്ര നടയിലിരുന്ന് എന്തിനായിട്ടാണ് നീ നമ്മെ പ്രാർത്ഥിക്കുന്നത്?" ദേവിയുടെ ചോദ്യം കേട്ട് രാമൻ മറുപടി പറഞ്ഞു. "ദേവി, ഇല്ലായ്മകളുടെ നടുവിൽപ്പെട്ട് നട്ടം തിരിയുന്ന അടിയന് അവയിൽ നിന്നെല്ലാം മോചനമുണ്ടാകണം. വിദ്യയും യുക്തിയും ബുദ്ധിയും കൊണ്ട് ഏതൊരു സഭയിലും ശോഭിക്കാൻ അടിയന് കഴിയണം. സമയോചിത തന്ത്രങ്ങൾ അപ്പോൾ അപ്പോൾ മനസ്സിൽ തോന്നുവാൻ അനുഗ്രഹമേകണം." ബാലനായ രാമൻ്റെ മോഹങ്ങൾ കേട്ട് ദേവിക്ക് സന്തോഷമായി. "പുത്ര, നിന്റെ മോഹങ്ങൾ പൂവണിയുമാറാകട്ടെ." ഇപ്രകാരം കൊച്ചു രാമനെ അനുഗ്രഹിച്ചിട്ട് കാളിദേവി അപ്രത്യക്ഷയായി.